ഹലോ ഫ്രണ്ട്സ്, ആദ്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ കോഴി വെച്ചിട്ട് ഇത് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാട്ടോ, ഡ്രൈ റോസ്റ്റ്. അപ്പോൾ നാടൻ കോഴി നമ്മൾ വാങ്ങിയതാട്ടോ. ദേട്ടം പിടിച്ച് നിൽക്കണേ, അതിനെ അറക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതപ്പോൾ നമ്മൾ ചിക്കൻ കടയിൽ പോയിട്ട് കോഴീനെ അറുത്ത് അങ്ങനെ ഏട്ട കൊണ്ടുവന്നത്, ഫുൾ കോഴി പോലെ അങ്ങനെ കൊണ്ടുവന്നത്. ഇനി ഏട്ട കട്ട് ചെയ്തോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഇതിപ്പോൾ വെന്നിയൂരാട്ടോ, എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങളുള്ളത്. വെക്കേഷൻ ആയപ്പോൾ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ ഇതായിട്ട് ചിക്കനെല്ലാം കട്ട് ചെയ്ത് കഴുകി തരികയാണേ. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പച്ചമുളക് എല്ലാം വേണേ. അപ്പോൾ ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും ഉള്ളി വേണോ, അതിൽ വെളുത്തുള്ളി വേണോ, കുറച്ച് ചിക്കനിക്ക് ആരും കരുതണ്ട കേട്ടോ. എനിക്ക് ചിക്കൻ ഉണ്ടാക്കണം, വേറെ താറാവും ഒക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് രണ്ടിനും കൂടിയിട്ട് ചതച്ചെടുക്കണേ. അപ്പോൾ അതായിക്ക് കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണേ. ഇനി നമ്മൾ കോഴിക്ക് പൊടികളൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ അതൊന്ന് മൂപ്പിച്ചെടുക്കണേ. എന്താ കുട്ടികളെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മോനെൻ്റെ അടുത്തുണ്ട്, അവനെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണേ, എങ്കിലേ നല്ല കളർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതാ എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ നാടൻ കോഴി ഞാനും അമ്മയൊന്നും കഴിക്കില്ല കേട്ടോ, ഏട്ടന്മാരും അച്ഛനാണ് കഴിക്കുക. അപ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ നാടൻ കോഴി, പക്ഷെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി കുക്കറിലോട്ട് നമ്മൾ ചിക്കനെല്ലാം ഇട്ടെടുക്കുക കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വറുത്തച്ച പൊടികളും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അത്യാവശ്യം തന്നെ തേങ്ങാക്കൊത്ത് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ മസാലപ്പൊടികൾ, ചിക്കൻ മസാല, ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് പിന്നെ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വേവുള്ളതല്ലേ. അപ്പോൾ ഏട്ടനൊക്കെ എൻ്റെ കൂടെ നിന്ന് പറയാട്ടോ, വേറെ പൊടികളൊന്നും ഇടല്ലേ, മസാലപ്പൊടിയൊന്നും ഇടല്ലേ എന്നൊക്കെ. അപ്പോൾ നാടൻ കോഴീൻ്റെ ടേസ്റ്റ് മാറും, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടാൽ നാടൻ കോഴീൻ്റെ ടേസ്റ്റ് മാറും എന്ന് പറഞ്ഞിട്ട് ഒപ്പം നിന്ന് പറയാട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി അത്യാവശ്യം വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ഉള്ളിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണേ. നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിത് മൂപ്പിച്ച് ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെതായ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ അത്യാവശ്യം തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയും ചീഞ്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച കോഴി ഇതിലോട്ട് തട്ടിക്കൊടുക്കുകയാണ്, ചീഞ്ചട്ടിയിലോട്ട്.
ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ വെളിച്ചെണ്ണയിലൊന്ന്. ഞാൻ ഇതിൽ ഉപ്പോ എരിവോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഈ സമയം ഞാൻ ഏട്ടനെ ഒന്ന് ഉപ്പ് നോക്കാനൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞ നല്ല കിഡിലും ടേസ്റ്റ് ആയിട്ടുണ്ട് എന്നാട്ടോ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നാടൻ കോഴി കിട്ടുമ്പോ. അപ്പൊ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ. അപ്പൊ നല്ല അടിപൊളി കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. ഇനി ഞാൻ അതൊരു വാഴയിലോട്ട് വിളമ്പി കൊടുക്കട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.